ഗൈസ് ഇന്ന് സോസേജ് മാൻ കളിക്കാൻ എൻ്റെ കൂടെ ആരും ഇല്ലായിരുന്നു. അപ്പോഴത്തേക്കുമാണ് ഗൈസ് ഒരു ഐഡിയ തോന്നുന്നത്. സോസേജ് മാനിൽ ബോട്ടിനെ കണക്കെ ആക്ട് ചെയ്തിട്ട് എനിമീസിനെ നോക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ഇന്ന് നോക്കിയത്. അപ്പോൾ അത് വർക്കാവില്ലേ നിങ്ങൾ കണ്ടു നോക്ക്, എത്ര കില്ലൊക്കെ എടുത്തെന്നൊക്കെ നോക്ക്. അതിൻ്റെ ഇടയിൽ ഗൈസ് ഒരു മണ്ടൻ ഓപ്പണിൽ കയറി എന്നൊക്കെയാണ് എന്നെ അടിക്കാൻ നോക്കുന്നത്. എന്തായാലും നിങ്ങൾ കളി കണ്ടു നോക്ക്. പിന്നെ ഗൈസ് ഇപ്പം നമ്മൾ സോസേജ് മാനിൽ രണ്ടാമതാണ്. നിങ്ങളെല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക ഒന്നാമതാവാൻ വേണ്ടി. നമുക്ക് റാങ്ക് പുഷിംഗ് ഒക്കെ ചെയ്യാനുണ്ട്. സോസേജ് മാൻ കളിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഒത്ത് കളിക്കാം. ഞാൻ ID എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാ ഗൈസ് നേരെ വീഡിയോയിലോട്ട് പോകാം. എടാ ഞാൻ ഇറങ്ങി ലൂട്ട് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ താഴെ നിന്ന് ഫുഡ് സ്റ്റെപ്പ് കേട്ടത്. അങ്ങനെ ഞാൻ പെട്ടെന്ന് താഴോട്ട് പോയി. ഈ മണ്ണനെ നിങ്ങൾ നോക്കി വെച്ചോ ഗൈസ്. ഇവനാണെങ്കിൽ ഓപ്പണിംഗ് നിന്നാണ് എന്നെ അടിക്കാൻ നോക്കുന്നത്. അവന് കവർ ഇട്ടിരുന്നെങ്കിൽ ഉറപ്പായിട്ട് എന്നെ നോക്ക് ചെയ്യായിരുന്നു. ഞാൻ വിചാരിച്ചു ഞാൻ നോക്കായിരുന്നു. എൻ്റെ ആദ്യത്തെ അടി ഒന്നും അവൻ്റെ പുറത്ത് കൊണ്ടില്ല. പക്ഷേ അവൻ എന്നെക്കാളും നൂപനായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട്. അവനെ കൊന്ന വാശിക്ക് അവൻ്റെ ടീമേറ്റ് എന്നെ എടുക്കാൻ വേണ്ടി റഷ് ചെയ്ത് കയറി വന്നതാണ്. പക്ഷേ ആ പൊട്ടനെ ഓപ്പണിലായതുകൊണ്ട് സിമ്പിളായിട്ട് എനിക്ക് എടുക്കാൻ പറ്റി. ഇവിടം തൊട്ടാണ് ഞാൻ ബോട്ടിനെ പോലെ ആക്ട് ചെയ്ത് തുടങ്ങിയത്. ഞാൻ ചുമ്മാ ഇടയ്ക്കിടയ്ക്ക് ഫയർ ടാപ്പ് ചെയ്തുകൊണ്ടേ ഇരുന്ന്. അങ്ങനെ ഒത്തിരി പ്ലേയേഴ്സ് എൻ്റെ അടുത്തോട് ഓടി വന്ന്. നിങ്ങൾ കണ്ടു നോക്ക്. ആദ്യം വരുന്ന അവനാണെങ്കിൽ ഭൂലോക മണ്ടൻ. അതുകൊണ്ട് സിമ്പിളായിട്ട് എനിക്ക് കൊല്ലാനും പറ്റി. അവൻ ആദ്യം ഞാൻ വിചാരിച്ചു അവൻ എന്നെ കണ്ടില്ലെന്ന്. ഫ്രണ്ടിൽ കൂടെ ഓടിപ്പോയി. പിന്നെയാണ് മനസ്സിലായി അവൻ സൈഡിൽ കൂടെ ചാടി വന്നെന്ന്. അപ്പം തന്നെ അവനെ അടിച്ചുറക്കി. ഇനി വരാൻ പോണവനെ നിങ്ങൾ നോക്കി വെച്ചോ ഗൈസ്. അവനാണാ ബോട്ട് അതാ ഞാനാണാ ബോട്ട്? അവൻ അനങ്ങാതെ നിന്നുകൊണ്ട് പെട്ടെന്ന് അവനെ കൊല്ലാൻ പറ്റി. ഇവിടെ എനിക്ക് ഇത്തിരി നേരം നിൽക്കണമെന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് ലൈറ്റ്നിങ് വന്നത്. അതുകൊണ്ട് നൈസിന് ചുമ്മാ റിസ്ക് എടുക്കണ്ടെന്ന് വെച്ച് വീണ്ടും അകത്തോട്ട് പോയി. അപ്പോഴാണ് വരുന്ന ടെമ്പിളിലോട്ട് 1 HP ഹീൽ ചെയ്യാൻ വേണ്ടി ഓടി വരുന്ന. ഞാൻ തൊട്ടപ്പോൾ തന്നെ അവൻ ചത്തുപോയി ഗൈസ്. നോക്കിക്കോ. പാവം ഗൈസ്, അവൻ ഗൺ സ്വിച്ച് ചെയ്യാൻ നേരത്ത് തന്നെ അവൻ ചത്തുപോയി. 1 HP മാൻ റിവഞ്ച് എടുക്കാൻ വേണ്ടി കയറി വന്നതാണ്. രണ്ടെണ്ണം കൊടുത്ത് അവനെ ഒന്നുകൂടി ഉറക്കി. ഗൈസ് അടുത്ത ബോട്ടറിനെ കണ്ടുപിടിച്ച്. അവൻ എന്നെ ദൂരെ നിന്ന് തന്നെ കണ്ട്. എന്നിട്ട് അവൻ എന്നെ അടിക്കാതെ എൻ്റെ അടുത്തോട്ട് ഓടി വന്ന്. അങ്ങനെ ഞാൻ 2 രൂപ എടുത്ത് അവനെ ഫിനിഷാക്കി. ഒരു മിടുക്കനെ കാണിച്ചു തരാം. വേറെ ഏതോ ബോട്ടിനെ അടിച്ചുകൊണ്ടിരുന്നതാണ്. ഞാൻ ഇവനെ കണ്ടില്ല ഗൈസ്. ഞാൻ നേരെ അങ്ങോട്ട് പോകാൻ നേരത്താണ് സൈഡിൽ നിന്ന് ഫുഡ് സ്റ്റെപ്പ് കേട്ടത്. അങ്ങനെയാണ് ഇവനെ കാണുന്നത്. അല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഇപ്പം 1 HP നോക്കായേനെ. ഇവനാണ് ലാസ്റ്റ് മേ. ഇവൻ അത്യാവശ്യം ബുദ്ധിയുണ്ട്. കളിക്കാനോ അറിയാം. ഞാൻ ഇവനെ തപ്പി നടക്കാൻ നേരത്ത് എങ്ങും കാണാനില്ല. പെട്ടെന്നാണ് പറക്കുന്ന കണക്ക് സൗണ്ട് കേട്ടത്. അങ്ങനെയാണ് അങ്ങോട്ട് നോക്കിയപ്പോൾ അവൻ ആകാശത്ത് ഇരിക്കുന്നത്. അങ്ങനെ ഞാൻ 2 അടി ആകാശത്ത് വെച്ച് തന്നെ കൊടുത്ത്. എന്നിട്ടും അവൻ്റെ നല്ല HP കാരണം അവൻ നോക്കായില്ല. അവൻ അപ്പുറത്ത് ക്യാമ്പ് ചെയ്യണം. അവൻ്റെ തല ചെറുതായിട്ട് തന്നെ വെളി കിടന്നപ്പോൾ ഞാൻ സ്കോപ്പ് ഇട്ട് ഒരെണ്ണം കൊടുക്കാൻ നോക്കി. പക്ഷേ അവൻ വെളിയിലോട്ട് വരാനില്ല. അവൻ അവിടെ തന്നെ ക്യാമ്പിങ് ചെയ്യാണ് ഗൈസ്. ഞാൻ ലാസ്റ്റ് സഹിയിട്ട് വീട്ടിൻ്റെ അകത്തോട്ട് കയറി. അപ്പോഴത്തേക്കും അവൻ പിന്നും പറന്നു ഗൈസ്. ആകാശത്തൊന്നും നോക്കിയപ്പോൾ കാണാനില്ല. അവൻ നൈസിനെ ബാക്കിൽ നിന്ന് അടിക്കാനുള്ള പ്ലാനായിരുന്നു. വീണ്ടും അവിടെ വന്ന് ഞാൻ 2-3 അടി കൊടുത്ത്. എന്നിട്ടും അവൻ നല്ല HP കാരണം അവൻ നോക്കായില്ല. അവൻ സോൺ വന്നപ്പോൾ അവിടെ നിന്ന് ചാടി ഗൈസ്. അങ്ങനെ ഞാൻ അവിടെ ഇട്ട് 2 അടി കൊടുത്ത്. എന്നിട്ട് ഞാൻ നൈസിന് ഈ ജെല്ലി വഴി മണ്ടയിലോട്ട് ചാടി. എന്നിട്ടും അവൻ അത്യാവശ്യം നല്ല ഡാമേജ് കൊടുത്ത്. അവൻ മരത്തിൻ്റെ ഇപ്പുറത്തൊരു കറങ്ങി വന്ന് അടിക്കാനുള്ള പ്ലാനായിരുന്നു. അപ്പം തന്നെ അവനെ ഫിനിഷ് ചെയ്ത് ഈ കളി തൂക്കി ഗൈസ് നമ്മൾ.